ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2013 ആ വർഷം എൻ്റെ ആദ്യത്തെ ക്യാൻസറിന് സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യം പോയത് അനിയത്തിയുടെ വീട്ടിലേക്കാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു മാസമൊക്കെ നിന്ന് എൻ്റെ ബോഡി വെയിറ്റൊക്കെ ഒന്ന് സെറ്റാക്കി ആരോഗ്യം ഒന്ന് വീണ്ടെടുത്ത് ഞാൻ പിന്നെ ഓങ്കോളജിയിലേക്കാണ് എനിക്ക് പോകേണ്ടി വന്നത്. അത് ഗ്യാസ്ട്രോന്ന് അവർ റെഫർ ചെയ്തതുകൊണ്ട് എനിക്ക് ഓങ്കോളജിയിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ അവിടെ ചെന്ന് ഗംഗാധരൻ ഡോക്ടറെ കണ്ടത്, VP ഗംഗാധരൻ ഡോക്ടർ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഓങ്കോളജി ഡോക്ടറാണ്. സാറിനെ കണ്ടു, സാറെന്നെ പരിശോധിച്ചു. അതിനുശേഷം സാറ് പറഞ്ഞു ലോറൻസിന് ഒരു 8 കീമോ എടുക്കേണ്ടി വരും, അപ്പോൾ അതിന് റെഡിയാണെന്നുണ്ടെങ്കിൽ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ജീവിച്ചാൽ മതി, ആ ഒരു കണ്ടീഷനാണ് ഞാൻ നിൽക്കണം. അങ്ങനെ ഡോക്ടർ എന്നെ അസിസ്റ്റൻ്റായിട്ടുള്ള ലിസി ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കീമോന് ചാർട്ടൊക്കെ എഴുതാനായിട്ട് എന്നെ വിട്ടു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ കീമോ ചാർട്ടൊക്കെ എഴുതി എൻ്റെ വെയിറ്റ് നോക്കി, വെയിറ്റിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഗോളിയൊക്കെ. അപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടറിന് എനിക്കൊരു പ്രത്യേകത തോന്നി ഡോക്ടറോട്. കാരണം അതിൽ ഡോക്ടർക്ക് ഇത്രയും മുടിയുള്ളൂ, ബോബ് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. സാധാരണ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കാണാൻ പറ്റുന്ന ഇങ്ങനെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡോക്ടറോട് പെട്ടെന്ന് ചോദിച്ചു, ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. മുടി കണ്ടിട്ട് എനിക്ക്, കാരണം നമ്മളുടെ എല്ലാവരുടെയും ഒരേ ഫീൽഡായിട്ടാണല്ലോ ഹോസ്പിറ്റലിലാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് ശരിയാണ് ലോറൻസ്, അത് എനിക്ക് ബോൺ ക്യാൻസറാണ്. അപ്പോൾ ഞാനെൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇരിക്കുന്നു, അപ്പോൾ ജോലിക്കും വരുന്നുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം കൂടി. ഡോക്ടർക്ക് ബോൺ ക്യാൻസറാണ്, എനിക്ക് കുടൽ ക്യാൻസറുമാണ്. ഡോക്ടറാണെങ്കിൽ കീമൊക്കെ എടുത്ത് റെഡി ആയതിനു ശേഷം മുടിയൊക്കെ ഇത്രയൊക്കെ ആക്കിയിട്ട് ജോലിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കെന്താ കുഴപ്പം? എനിക്കും കുഴപ്പമില്ലല്ലോ, ഞാൻ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഓക്കെ, ഡോക്ടർ കീമോ ചാർട്ടൊക്കെ എനിക്ക് എഴുതി തന്നു. ഞാൻ വീട്ടുകാരുടെ കൂടി എന്തോ ജോലിക്ക് പോകണ പോലെ ഫയലൊക്കെ പിടിച്ച് കീമോ എടുക്കാനായിട്ട് കീമോ വാർഡിലേക്ക്. അപ്പോൾ അവിടെ ഊഴമാണ്, ഒരാൾക്കാരുടെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ കിട്ടുക. ഏകദേശം ഒരു 16 ബെഡോളം ഉണ്ടാവും ഒരു വാർഡിൽ. ഞാൻ വളരെ മാനസിക എന്താ പറയുക പിടിച്ച് നല്ല സെറ്റായിട്ട് ഇത് എന്താ സംഭവം എന്നറിയില്ലല്ലോ, വലിയ സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അകത്തോട്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് എനിക്ക് ഒരു ബെഡ് തന്നു. ഞാൻ ആ ബെഡിലിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീൽ ചെയറിൽ നേഴ്സസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അമ്മച്ചിനെ കൊണ്ടുവരുന്നത്. ഒരു 10 വയസ്സിന് മുകളിൽ കാണും, നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിനെ മകനാണെന്ന് തോന്നണം. പുള്ളി കയ്യിലെടുത്തിട്ട് നേരെ ബെഡിലേക്ക് കിടത്തി. ബെഡിലേക്ക് കിടത്തുമ്പോൾ നമ്മൾ കാണുന്നത് അരക്കും കൂടെ കീഴ്പോട്ട് തളർന്നിറങ്ങി. ആ അമ്മച്ചിനെ കീമോ എടുക്കാൻ കൊണ്ടുവന്നേക്കാണ് മകൻ. അമ്മച്ചിയുടെ അടുത്തിരുന്ന് സാന്ത്വനപ്പെടുത്തി അമ്മച്ചിക്ക് കീമോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരിതാണ്. അന്ന് നമ്മൾക്ക് വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രായമൊക്കെ ആരും അങ്ങനെ കെയർ ചെയ്യില്ല, പോണേ പോട്ടെ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കും. എന്നിട്ട് ഈ സമയത്ത് അങ്ങനെ കൊണ്ടുവന്ന് അമ്മച്ചിനെ നോക്കുക, കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ ഭയങ്കരമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി, എല്ലാവർക്കും അങ്ങനെയൊക്കെ വല്ലതൊക്കെ വന്നുപോയതല്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ കട്ടിൽ കിടക്കുന്ന ഒരു ചെറുപ്പം പയ്യനാണ്, കല്യാണം കഴിച്ച 2 വർഷം കഴിഞ്ഞു. ഭാര്യ പ്രഗ്നൻ്റാണെന്നാണ് പറഞ്ഞത്. ഭാര്യയുടെ ആങ്ങളേനെ കൂടെ നിൽക്കണം, ബൈസ്റ്റാൻഡർ. പുള്ളി എന്നോട് പറഞ്ഞു ആ പയ്യൻ ലങ് ക്യാൻസറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും മരിച്ചു പോയിട്ടാണ്. അത് ഞങ്ങൾ ഈ വാട്സപ്പിൽ അവരുടെ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അത് ഒരു ഇതായി. പിന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ ലിസി ക്ലീറ്റസ് ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറും പിന്നീട് മരിച്ചു. പിന്നെ എൻ്റെ ഈ വാർഡിൻ്റെ എൻ്റെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്തെ കട്ടിലിൽ ഒരു അമ്മയും കുഞ്ഞും ഒരു കൊച്ചിൻ്റെ അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ആ ലേഡിക്ക് കീമോ എടുക്കാൻ വന്നതാണ്. കൊച്ചാണെങ്കിൽ ഒരു ഫ്രൂട്ടിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ കീമോ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ. ആദ്യത്തെ അനുഭവങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ. ഈ കുഞ്ഞിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തൊരു ലോകമാണിതെന്ന് വിചാരിച്ചു.
രോഗത്തിനൊന്നും ഇങ്ങനെ കണ്ണും മൂക്കൂലെന്ന് വിചാരിച്ചു. വലിയൊരുക്കെ വരുള്ളൂ എന്ന് കുഞ്ഞിന്, ഇത്രയും ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ. പിന്നീട് ഞാൻ ഇതേപോലുള്ള 1-2 കേസുകൾ ഞാൻ കണ്ടിട്ടു, ഭയങ്കര സീനായിട്ട്. അപ്പം അങ്ങനെ ഒരു, പിന്നെ കീമോ എടുക്കുന്നവരുടെ അവസ്ഥയാണെങ്കിലാ, ഒരാൾ കീമോ എടുക്കുമ്പോൾ അവിടെ പുള്ളി നല്ല വൊമിറ്റിങ്, ഛർദിലാണ്, നിന്നങ്ങ് ഛർദിക്കാൻ. ബൈസ്റ്റാൻഡർ ഇങ്ങനെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റൊക്കെ പിടിച്ചു കൊടുക്കുന്നു. ഒരാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര തണുപ്പിൻ്റെ ഫീലിംഗ് കാരണം പുള്ളിനെ 1-2 ബ്ലാങ്കറ്റ് ഇട്ടിട്ട് മൂടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നേഴ്സസൊക്കെ എല്ലാവരും വന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രഷറൊക്കെ നോർമലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, കാരണം പലർക്കും പലതും സംഭവിക്കും. ഒരാളാണ് ബെഡിൽ ഭയങ്കര ചൂടാണെന്നായത്, ഒരു എക്സ്ട്രാ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കോൾ എന്താണെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കണത്. ഞാനിങ്ങനെ മസിൽ പിടിച്ചേക്കും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കേണ്ടി പറ്റണ്ട, ബൈസ്റ്റാൻഡേഴ്സ്, ഈ കൂടെ നിൽക്കണവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്താ പറയുക, മരിച്ച വീട്ടിൽ ശവത്തിന് അവർ നിൽക്കണ പോലത്തെ ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാനിങ്ങനെ മസിലൊക്കെ പിടിച്ചിങ്ങനെ വലിയ ഇതായിട്ട് നിൽക്കുമ്പോൾ വീട്ടുകാർ വിചാരിക്കുന്നുണ്ട് അവരൊത്തിരി ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ അത്ര ഫീബിളല്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവർ നിൽക്കേണ്ട കൂടെ. എന്താണ് എനിക്ക് സംഭവം? അപ്പം എനിക്ക് വന്ന് ഇതേപോലെ തന്നെ ക്യാനുലേക്ക് വെച്ചിട്ട് ട്രിപ്പ് കയറ്റി തുടങ്ങി. എനിക്ക് 4.5 മണിക്കൂറോളം പിടിക്കും. അതിങ്ങനെ കയറുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കണമെന്ന് ഇങ്ങനെ ഓർത്ത് നിൽക്കുമ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഛർദ്ദിച്ചൊന്നുമില്ല ഭാഗ്യത്തിന്. കയറുന്ന കീമോ കയറുന്ന ഭാഗത്ത് ഇങ്ങനെ മരവിപ്പ് പതുക്കെ പടർന്ന് കൈക്ക് മുഴുവൻ ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ സൂചിക്ക് കുത്തുന്ന പോലെ തൊടുമ്പോഴൊക്കെ ഇങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ട് പോയി. ഭാഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ ഫസ്റ്റ് കീമോ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വീട്ടിലോട്ട് യാത്ര ചെയ്യണ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓരോ മനുഷ്യരും കിടന്ന് ബുദ്ധിമുട്ടുന്ന ഓരോ അവസ്ഥകൾ, അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. എന്നാലും ഞാനപ്പോൾ അന്ന് ഞാൻ അനിയത്തിയുടെ വീട്ടിലേക്കല്ല പോയത്, നിർബന്ധമായിട്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയത്. അവൾ പറഞ്ഞ് തന്നെ അങ്ങോട്ട് വരുന്നത്, കാരണം വെച്ചാൽ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതാണ്. ഇതാകുമ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കും. മകളുണ്ട്, ഞാനും വൈഫും. ഫ്ലാറ്റിലോട്ട് കയറിയിട്ട് ഒറ്റക്ക് ആ ഒറ്റക്കുള്ളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ അന്ന് കിഡ്നി പേഷ്യൻസും ഡയാലിസിസ് ചെയ്യുന്നവരും ട്രാൻസ്പ്ലാന്റ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം ഞാനാണ് ലോഞ്ച് ചെയ്തത്, നിർഭാഗ്യവശാൽ. അതോടുകൂടി എല്ലാവരും അത് വിട്ടിട്ട് പിന്നെ ക്യാൻസറിനെ കുറിച്ചായി ടെൻഷനായി എല്ലാവർക്കും. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് ശരിയായിരിക്കും, ആണ്, എന്തായാലും ശരി. ഞാൻ ഫ്ലാറ്റിൽ കയറിയതിന് ശേഷം ആരും വരൂല, അത് എൻ്റെ സേഫ്റ്റി ഓർത്തിട്ടാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ വല്ല ഇൻഫെക്ഷനൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അപ്പച്ചൻ സാധനങ്ങളൊക്കെ, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് വാതിൽ മുട്ടി തുറന്നതിന് ശേഷം അകത്തോട്ട് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് എന്നെ ഇങ്ങനെ എത്തി നോക്കി എന്നെ കണ്ടിട്ട് പോകും. ഞാനും നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാവരും കാണണമെന്ന്, എല്ലാവരോടും വർത്താനം പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ആരും വരൂല. ഞാനാണിങ്ങനെ വീർപ്പൂട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? എപ്പോൾ നോക്കിയാലും ഈ മരണചിന്തകളെ നമുക്ക് വരുള്ളൂ, നാളെ എന്താവും നമ്മൾ. അപ്പോൾ നമ്മുടെ അവസ്ഥ വെച്ചിട്ട് ഇതിനകത്ത് നിന്നൊരു ഡൈവേർഷൻ അത്യാവശ്യമാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പണ്ട് ഞാൻ വരക്കുമായിരുന്നു, വരയൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അന്നൊക്കെ ഞാൻ പെൻസിൽ സ്കെച്ച് ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനന്ന് അങ്ങനെ പഴയ ഒരു മൊണാലിസനെയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അന്ന് ഓയിൽ പെയിൻറ്റിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അന്ന് കൂട്ടുകാരനെ വേഗം വിളിച്ച് പറഞ്ഞ് എനിക്കിങ്ങനെ കുറച്ച് പെയിൻറ്റ്സും ബ്രഷും ഒരു ബോർഡൊക്കെ ഇട്ടു. അപ്പോൾ അവൻ അതെല്ലാം മേടിച്ചു പോകുന്നു. ഒരു 2-3 അടി വീതിയുള്ള വലിയൊരു ബോർഡൊക്കെ, ക്യാൻവാസൊക്കെ മേടിച്ചു പോകുന്നു. ഞാനപ്പോൾ വിചാരിച്ചെന്നാൽ വര തുടങ്ങാം, അത് വരച്ചെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം. ഈ കാലഘട്ടം കൊണ്ട് കീമോ എടുക്കുന്ന ആ സമയങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മനസ്സുകൊണ്ട് പിടിച്ച് നിൽക്കണം, ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം എന്നൊക്കെ വിചാരിച്ചാൽ ഈ സാധനം പുള്ളി കൊണ്ടു തന്ന് ഞാനങ്ങനെ വരക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി മൈൻഡ് അങ്ങ് സെറ്റ് ചെയ്തിട്ട് കാലത്ത് ഒരു 8:30-9 മണിക്ക് ഇരിക്കും, വൈകുന്നേരം ഒരു 5-5:30 വരാൻ നിർത്തും. എന്തോ ഒരു ജോലിക്ക് പോണ ഒരു കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത്ര നേരം ഇതിൻ്റെ അന്ന് മനസ്സിൽ നിന്നൊന്നും ദുഷ്ചിന്തകളൊക്കെ മാറിക്കിട്ടും.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ വന്നെങ്കിൽ വരക്കാൻ പറ്റാൻ നമുക്ക് ബ്രഷെങ്കിലും കടിച്ചു പിടിച്ച് ഇത് തീർക്കണം എനിക്ക്, എന്നാലും ഇതാന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒരു വല്ലാത്ത ചിന്താഗതിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങൂല, വായിൽ നിന്നൊക്കെ തൊലി പോയി, വായുടെ ടേസ്റ്റ് പോവും, കുടലിൽ നിന്നും തൊലി പോവും. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയങ്ങളിലൊക്കെ നമ്മൾ. പക്ഷേ ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ കൊതിയാകും നമുക്ക്. നമ്മൾ തമാശയായിട്ട് പറഞ്ഞാൽ കേട്ടാ, ഇതിങ്ങോട്ട് എടുക്കും തോറും കീമോയുടെ എണ്ണം കൂടുന്തോറും കയ്യിലേയും കാലിലേയൊക്കെ തൊലികളൊക്കെ കറുത്ത് വിണ്ട് പൊളി. പച്ച മാംസം എന്നൊക്കെ വിട്ടുപോകുമ്പോഴേ അന്യായ സുഖമാണ്. നഖമൊക്കെ ഇല്ലേ വിണ്ട് ഒടിഞ്ഞിട്ട് വിണ്ടു പോകും. കാലിലെ 10 നഖങ്ങളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇപ്പം 11 വർഷം ഇതേവരെ ശരിക്കും വന്നിട്ടില്ല. ഏതാണ്ട് അവാർഡ് പടത്തിനൊക്കെ ആളിരിക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഒരു കഷ്ണമാണേ ഉള്ളൂ, നഖത്തിൻ്റെ കഷ്ണം. കാലിലാണെങ്കിൽ സെൻസേഷനിലെ കയ്യിലും ഇല്ല. മര്യാദക്ക് തൊട്ട് നോക്കിയാൽ തണുപ്പും ചൂടൊക്കെ അറിയാൻ ഒരുപാട് താമസം പിടിക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. വണ്ടിയൊന്നും ഓടിക്കാനും പറ്റില്ല. എന്നാലും ഞാൻ സ്കൂട്ടറൊക്കെ ഞാൻ ഓടിക്കും. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ആ നേരത്ത് ഞാൻ ഓടിക്കും. അതൊക്കെ ഇങ്ങനെ ഒരു മസിൽ പിടിച്ചൊക്കെ പോണതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. നമ്മൾ അതിനോട് മത്സരിച്ച് ആ അവസ്ഥകളൊക്കെ മുന്നോട്ട് പോകാൻ ഓരോരുത്തരും ശ്രമിക്കണം. ഞാനങ്ങനെ ശ്രമിച്ച് മുന്നോട്ട് വന്നതാണ് ഇതേവരെ. അപ്പോൾ അത് എല്ലാവരും ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യാതിരിക്കരുത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കുറേയൊക്കെ ഓവർകം ചെയ്യും. കുറേയൊക്കെ എന്നല്ല, മുഴുവനായിട്ട് ഓവർകം ചെയ്യും. ചെയ്യാതെ പറ്റില്ല, ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് വരച്ച 1991 ഞാൻ വരച്ച മോണാലിസയുടെ ചിത്രമുണ്ട്. അതിനുശേഷം ഒരു ക്യാമറയും പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. പിന്നെ ഈ കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വരച്ച ക്രൈസ്റ്റ് അറസ്റ്റ്, അതായത് യേശുവിന് യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. മൈക്കിളാഞ്ചലോ വരച്ചാണ്. ഞാനാ ഇവിടെ കിടക്കണം, മൈക്കിളാഞ്ചലോ അവിടെ കിടക്കണം. പക്ഷെ വിടൂലേ, എനിക്ക് ഒരു ആവേശം വരുന്നത് എന്തെങ്കിലും ആട്ടെ, അത് ഞാനങ്ങ് വരച്ചു തുടങ്ങി. അതും ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ഒരു കണക്കിനൊക്കെ അത് എൻ്റെ ചിത്രം എൻ്റെ ഒരു പെയിനിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഈ വിഷമങ്ങളും വേദനകളിൽ നിന്നും ഞാൻ വരച്ചതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം, ഒരു കമൻറ്റ് ചെയ്യണം അത് എങ്ങനെയുണ്ടെന്നുള്ള. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ് ഞാൻ ആ വരച്ചുണ്ടാക്കിയത്. അത് ഇതിന് നേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കാണും. 1991 ഞാൻ വരച്ച മോണാലിസയും ക്യാമറമാനും. ഇത് ഞാൻ മൈക്കിളാഞ്ചലോയുടെ ചിത്രമാണ് കീമോ എടുത്ത സമയത്ത് വരച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.